1970കളിലും 80കളിലും ഒരാൾ അമേരിക്കയിലെ കാലിഫോർണിയയിലെ 100ലേറെ വീടുകളിൽ അതിക്രമിച്ച് കയറുകയും മോഷ്ടിക്കുകയും ഉണ്ടായി. രാത്രിയിൽ ആളുകൾ നോക്കുമ്പോൾ ആരും മുഖത്തോട്ട് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നുണ്ടാകും. അവർ നോക്കുമ്പോൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളർ സ്കീ മാസ്ക് ധരിച്ച ഒരാളെ ആയിരിക്കും. അയാൾ ചിലപ്പോൾ കത്തിയും ചിലപ്പോൾ തോക്കും മറ്റുമൊക്കെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി അയാൾക്ക് സാധിക്കാനുള്ള കാര്യങ്ങളെല്ലാം സാധിക്കും. ഇതിനിടയിൽ 51ഓളം സ്ത്രീകളെ അയാൾ റേപ്പ് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഇതിൽ പലപ്പോഴും ആ സ്ത്രീകളുടെ കൂടെ അതേ റൂമിൽ ഹസ്ബൻഡോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളോ ഒക്കെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ മുന്നിലിട്ടുകൊണ്ടും ഇങ്ങനെ സ്ത്രീകളൊക്കെ റേപ്പ് ചെയ്യുന്ന ഒരു സാഡിസ്റ്റ് കൂടിയായിരുന്നു ഇയാൾ. അതിനോടൊപ്പം തന്നെ ഒരു 12ഓളം കൊലപാതകങ്ങളും ഇയാൾ ചെയ്തതായിട്ടാണ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകളെ അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇയാൾ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരു സീരിയൽ കില്ലറായിരുന്നു. സാധാരണ സീരിയൽ കില്ലറുകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇയാളുടെ വിക്ടിംസ് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തെളിവുകളൊന്നും തന്നെ ഇയാൾ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാത്തതിന് ഇയാൾ പല മിസ്ലീഡിംഗ് ആയിട്ടുള്ള എവിഡൻസും ക്രൈം സീനിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ പോലീസുകാർ അത് പിടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എവിടെയും എത്താത്തൊരു സിറ്റുവേഷനിലോട്ടാണ് എല്ലാ കേസുകളും തന്നെ ചെന്നെത്തി നിന്നിരുന്നത്. പിന്നെ ഇയാളുടെ വിക്ടിംസ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അടുത്തത് ആരായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇയാളുടെ വിക്ടിംസിനെ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. മെയിൻലി ക്രിസ്മസിൻ്റെ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ആൾ വിളിച്ചിരുന്നത്. റിമെമ്പർ വെൻ വി പ്ലേഡ് എന്നുള്ളൊരു തരത്തിൽ അയാൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് അയാൾ എന്താ പറയുക ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഭീതി ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് അതിനെ കൊണ്ട് സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ അക്രമത്തിൽപ്പെട്ട ഒരുപാടധികം ആളുകൾക്ക് PTSD ബാധിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. അങ്ങനെ ഇരിക്കെ 1986 ഈ കൊലപാതകങ്ങളും റേപ്പും അതുപോലെ തന്നെയുള്ള മോഷണങ്ങളും എല്ലാം തന്നെ സ്റ്റോപ്പ് ആവുകയാണ്. അതിനുശേഷവും പോലീസുകാർ ഇയാളെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അതിനുശേഷം ഇയാൾ അങ്ങനെയുള്ള ക്രൈമുകളൊന്നും തന്നെ കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പോലീസുകാരെ ആളെ വിളിച്ചത് ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ് എന്നാണ്. പിന്നെ ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കർ എന്നുള്ളൊരു പേര് കൂടെ അയാൾക്കുണ്ടായിരുന്നു. ആളുടെ ഐഡന്റിറ്റി പതിറ്റാണ്ടുകളോളം മിസ്റ്ററി ആയിട്ട് തന്നെ നിലനിൽക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മിഷേൽ മെക്നമേര എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസർ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അവർ 2006 തുടങ്ങിയിട്ട് ഈ ഒരു ട്രൂ ക്രൈം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് 2006 ട്രൂ ക്രൈം ഡയറി എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റും അതുപോലെ തന്നെ ഒരു ബ്ലോഗും അവർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പിന്നീട് 2013 ഇയറിനെ കുറിച്ച് അവർ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത്. അതിൽ അവർ മെൻഷൻ ചെയ്ത പേരാണ് ദ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ എന്നുള്ള പേര്. പിന്നെ ഐ വിൽ ബി ഗോൺ ഇൻ ഡാർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകവും അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവർ ഈ ഒരു ക്രൈമിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചിരുന്നത് പോൾ ഹോൾസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടായിരുന്നു. അദ്ദേഹവും പതിറ്റാണ്ടുകളോളം ഈ ഒരു കേസ് അന്വേഷിച്ച മനുഷ്യനാണ്. മിഷേലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ദ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ എന്നുള്ള കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 2016 അവർ ഒരു ദിവസം കിടന്നുറങ്ങിയതാണ്. എന്നാൽ പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റില്ല. ആ ഒരു സമയത്ത് അവരവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നുള്ളതായിരുന്നു. താൻ അതിനൊരു കാരണമായില്ല എന്നുണ്ടെങ്കിലും അയാൾ ഏത് വിധേനയും പിടിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്നതായിട്ട് അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവരുടെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ ക്രോഡീകരിച്ച് വർഷങ്ങളെടുത്ത് പല ആളുകളുടെയും ഹെൽപ്പൊക്കെ തേടി 2018 ഇവരുടെ ഒരു പുസ്തകവും റിലീസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ടെക്നോളജിയൊക്കെ നല്ല രീതിയിൽ വലുതായി. അതിനുശേഷം ഈ പോൾ ഹോൾസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്ന് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് DNA പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രൊഫൈൽ ഒരു ജീനിയോളജി ഡാറ്റാബേസിന് കൊടുത്ത് അതുമായിട്ട് റൺ ചെയ്ത് നോക്കുകയാണുണ്ടായത്. അങ്ങനെ ആ ഒരു DNA കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കില്ലറിൻ്റെ ഒരു കസിനുമായിട്ട് മാച്ച് ആവുകയായിരുന്നു. അതിനുശേഷം ഒരു പ്രത്യേക ടീമിനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി ട്രീയും കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടാക്കി അതിനുശേഷം ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ സംശയമുള്ള ആളുകളുടെ DNA കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ലാസ്റ്റ് അയാളെ അവർ പിടികൂടുകയായിരുന്നു. ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആളുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 1945 ജോസഫ് ഡി ആഞ്ചലോയുടെയും കാത്തലിൻ്റെയും മകനായിട്ടാണ് ന്യൂയോർക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ജോസഫ് ഡി ആഞ്ചലോ ജനിക്കുന്നത്. അച്ഛൻ്റെയും മകൻ്റെയും പേര് സെയിം ആയിരുന്നു. അപ്പോൾ ഇയാളുടെ അച്ഛനായിട്ടുള്ള ഡി ആഞ്ചലോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് എയർഫോഴ്സിലത്തെ പൈലറ്റ് ആയിരുന്നു. വേൾഡ് വാർ 2 സെർവ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഡെന്നീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു വെയിട്രസ് ആയിട്ട് ഇയാളുടെ അമ്മയായിട്ടുള്ള കാത്തലിൻ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ
ഇവരുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് ആവുകയാണ്. അതിനുശേഷം അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടാണ് കാലിഫോർണിയയിലോട്ട് മാറുന്നത്. ഇയാൾ ഇതുപോലെ തന്നെയുള്ള കൊലപാതകങ്ങളും റേപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി പോകുന്നതിൻ്റെ ഇടയിൽ പോലീസിന് ഒരു ലെറ്റർ പോലൊരു സംഭവം കിട്ടായിരുന്നു. ഒരു ഡയറി എൻട്രി പോലുള്ള രീതിയിലായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് 6ാം ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹ്യൂമിലിയേഷൻ്റെ കാര്യങ്ങളായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിൽ താൻ ഏറ്റവും വർക്കുന്ന ഒരു വർഷം 6ാം ക്ലാസ് ആണെന്നും ആ ഒരു സമയത്ത് എന്തോ ടീച്ചർ കൂടുതലായിട്ട് സംസാരിച്ചത് കൊണ്ട് സെയിം പാരാഗ്രാഫ് തന്നെ 50 തവണ 100 പ്രാവശ്യവും 150 തവണയൊക്കെ സ്ഥിരമായിട്ട് എഴുതിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഞാൻ നാണക്കേട് അനുഭവിച്ചിട്ടില്ല, അത്രത്തോളം പ്രഷർ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം, അതായത് ഒരു കത്ത് പോലീസിന് ലഭിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു 6ാം ക്ലാസ്സിൻ്റെ സ്റ്റോറി ജസ്റ്റ് നുണയായിരിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ വേറെ കുറച്ച് ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നുണയാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾ ചെയ്തു വെച്ചിരിക്കുക എന്നുള്ളൊരു തരത്തിലായിരുന്നു. ഇയാളുടെ സ്റ്റഡീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾസൺ ഹൈസ്കൂളിൽ നിന്നാണ് ഇയാൾ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ക്രിമിനൽ ജസ്റ്റിസിലായിരുന്നു അയാൾ ഗ്രാജുവേറ്റ് ചെയ്തത്. അതിനുശേഷം ആൾ നേവിയിൽ പോവുകയായിരുന്നു. വിയറ്റ്നാം വാറിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 60s ആൾ ബോണി കോൾവെൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രണയിക്കുകയായിരുന്നു. ഇവരുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു എൻഗേജ്മെൻറ്റ് കോൾ ഓഫ് ചെയ്യായിരുന്നു. ബോണി തന്നെയായിരുന്നു ഇയാളെ വേണ്ടാന്ന് വെച്ചത്. അതിനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ബോണിയുടെ സഹോദരൻ പ്രതികരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ കാരണങ്ങൾ അന്ന് തന്നെ ഉണ്ടായിട്ടാണ് ഇവർ അന്ന് ആ സമയത്ത് പിരിഞ്ഞത് എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ വിക്ടിംസിനെ അയാൾ റേപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അവർ അസോൾട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഐ ഹേറ്റ് യു ബോണി എന്നുള്ള രീതിയിൽ അയാൾ പിറുപിറുക്കാറുണ്ടായിരുന്നതായിട്ട് ആളുടെ വിക്ടിംസ് തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1973 അയാളുടെ വിവാഹം കഴിയുകയായിരുന്നു കേട്ടോ. ഷാരോൺ മേരി ഹഡിൽ എന്നായിരുന്നു ആളുടെ വൈഫിൻ്റെ പേര്. അവർക്ക് 3 പെൺമക്കളും ജനിക്കുകയാണ്. 1974 ആൾ പോലീസ് അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് പോലീസിൽ സേവനമനുഷ്ഠിക്കാനും തുടങ്ങി. കാലിഫോർണിയയിലെ വെസ്ലിയയിലായിരുന്നു ആൾ ഓഫീസറായിട്ട് ചാർജ് എടുത്തത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് 1975 ഒരു ഓഫീസറെ ഈ ഒരു വെസ്ലിയ റാൻസാക്കർ എന്ന് പറയുന്ന ഒരാൾ വെടിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ആ സമയത്ത് ഇയാൾ തന്നെയാണ് വേറൊരു പോലീസ് ഓഫീസറെ വെടിവെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു തരത്തിലാണ് പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞത്. പിന്നീട് 1976 ഓബൺ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ആൾക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. എന്നാൽ അതിനുശേഷം ആളെ പിടിക്കപ്പെടുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഡോഗ് റിപ്പല്ലൻറ്റും അതുപോലെ തന്നെ ഒരു ഹാമറും ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ച് കടന്നു കളയുന്നതിൻ്റെ ഇടയിൽ ആൾ പിടികൂടുകയായിരുന്നു. അതിനുശേഷം അയാളെ പോലീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ സമയത്ത് അന്നത്തെ പോലീസ് ചീഫിൻ്റെ അടുത്ത് നിങ്ങളെയും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിക് വില്ലിക് എന്നായിരുന്നു ആ ഒരു പോലീസ് ചീഫിൻ്റെ പേര്. അങ്ങനെ ഇരിക്കുക പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആളുടെ മകള് ഒരു പാതിരാത്രി ഓടി വന്ന് ആളുടെ മുറിയിൽ ഇങ്ങനെ തട്ടി വിളിക്കുകയായിരുന്നു. ആരോ എൻ്റെ മുഖത്തോട്ട് വീടിൻ്റെ പുറത്തുനിന്ന് ടോർച്ച് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു മകള് പോലീസ് ചീഫിൻ്റെ അടുത്തോട്ട് പോയത്. ഉടനെ തന്നെ ആൾ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ ബൂട്ട് മാർക്കും കാര്യങ്ങളൊക്കെ കാണുകയാണ് തൻ്റെ മകളുടെ മുറിയുടെ ആ ഒരു ഭാഗത്ത്. പിന്നീട് വേറെ സൈറ്റിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ അന്ന് പിടിക്കപ്പെട്ട ടൈമിൽ ഇയാൾ വാങ്ങിയിരുന്നത് ഒരു ചുറ്റികയും അതുപോലെ തന്നെ ഡോഗ് റിപ്പല്ലൻറ്റും ആയിരുന്നു. അതെന്തിനാണ് എന്നുള്ളൊരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള സാധനങ്ങൾ തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. എന്നാൽ അന്നത്തെ പോലീസുകാർ അത് അലക്ഷ്യമായിട്ട് വിടുകയായിരുന്നു. പിന്നെ ഇയാളുടെ കൊലപാതക പരമ്പരകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1974-75 ടൈമിൽ വെസ്ലിയയിൽ വെച്ചിട്ടാണ് ഇയാൾ ഈ ഒരു കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ഇതിന് ഒപ്പോസായിട്ട് ബില്ലിയൻസ് എന്ന് പറയുന്ന ഒരു ക്രൈം റിപ്പോർട്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1974 മുൻപ് അയാൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള വിക്ടിംസിൻ്റെ അടുത്തു നിന്നുള്ള ഇൻ്റർവ്യൂസിൽ നിന്നും കാര്യങ്ങളിലും അയാൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ഇയാൾ പലരെയും കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ് ബില്ലിയൻസ് എന്ന് പറയുന്ന വേറൊരു റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ അതായത് ശരിക്കും റിപ്പോർട്ട്സിൽ പറയുന്നതനുസരിച്ചിട്ട് ആ ഒരു കൊലപാതകം തുടങ്ങുന്ന സമയത്ത് ഇയാൾക്ക് ഒരു 29-30 വയസ്സൊക്കെ ആയിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. എന്നാൽ ഇയാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ പ്രായം തോന്നിക്കില്ലായിരുന്നു. അതായത് ഒരു ലേറ്റ് ടീൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 21-22 അതായത് ഏർലി 20s ഒരാളായിട്ടായിരുന്നു എല്ലാവരും ഇയാളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലീസിൻ്റെ അടുത്ത്. അതായത് ആദ്യ സമയത്ത് അയാൾ അത്രയും കെയർഫുൾ അല്ലാത്തത് കൊണ്ട് മാസ്കും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആൾ ഫുൾ പാക്ഡ് ആയിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ച് ഒരു കറക്റ്റ് ക്രിമിനലിനെ പോലെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ 70s-ലും 80s-ലും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ജൂറിസ്ഡിക്ഷൻസ് തമ്മിൽ അവരുടെ ക്രൈമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അത്ര കണ്ട് ഷെയർ ചെയ്തിരുന്നില്ല.
ഇത് ഈ ഒരു ഡിയാഞ്ചലോക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറച്ച് ക്രൈമുകളെയും അതിനുശേഷം ആൾ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോയിട്ട് അങ്ങനെയുള്ള ക്രൈമുകൾ ചെയ്യും. അങ്ങനെയായിരുന്നു ആൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ആൾ പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതായത് ആ ഒരു ഏരിയയിലോട്ട് പോയിട്ട് അവിടെയുള്ള വീടുകൾ കാര്യങ്ങളെല്ലാം തന്നെ നോട്ടീസ് ചെയ്യും. ആൾ കൂടുതലായിട്ടും ഒറ്റ നില വീടുകൾ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ ആ വീട്ടിൽ എത്ര പേരുണ്ട്, എങ്ങനെ കയറാം, എങ്ങനെ അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെടാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ക്ലീൻ എക്സിറ്റ് സ്ട്രാറ്റജി വരെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ആൾ വീടിൻ്റെ അകത്തോട്ട് കയറിയിരുന്നത്. ആൾ വീട്ടിലോട്ട് കയറിയതിന് ശേഷം ആദ്യം ചെയ്തിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിക്ടിമിൻ്റെ പേഴ്സോ കാര്യങ്ങളൊക്കെ തപ്പിയിട്ട് അവരുടെ പേര് കണ്ടുപിടിക്കും. എന്നിട്ട് ആ പേര് വിളിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ബെഡ്റൂമിലോട്ട് അയാൾ കയറുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഓൾറെഡി ആ ഒരു വിക്ടിമിനെ ഇയാൾക്ക് അറിയാമെന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്റ്റോറി അയാൾ ക്രിയേറ്റ് ചെയ്യും. ഇവരും തൻ്റെ പേര് വിളിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്, തനിക്കറിയാവുന്ന ഒരാളാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് അവരെ കണ്ടത്, എവിടെ വെച്ചാണ് മീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള നുണക്കഥകളൊക്കെ പറയും. ആദ്യം പോലീസിന് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവാണ്. ഉദാഹരണത്തിന് ഒരു സമയത്ത് ഒരു വീട്ടിൽ ഇയാൾ കയറിയ ടൈമിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലേക്കിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ കണ്ടത് എന്നുള്ള തരത്തിലായിരുന്നു ഇയാൾ ആ കപ്പിൾസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊരു കപ്പിളായിരുന്നു. അതുപോലെ തന്നെ ഇയാൾക്ക് വേറെ ക്രീപ്പി ആയിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഇരകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൃത്യം നടത്തിയ അപ്പം തന്നെ ആൾ വീട്ടിൽ നിന്ന് പോവില്ല. ഒരു സമയത്ത് ഒരു അമ്മയും മകളും ഇതേപോലെ തന്നെ കിടക്കുന്ന സമയത്തായിരുന്നു ഇയാൾ വീട്ടിൽ അതിക്രമിച്ച് കയറിയത്. ആ മകളുടെ അടുത്ത് വെച്ച് തന്നെ അമ്മയെ റേപ്പ് ചെയ്യാണ്. അതിനുശേഷം ആൾ പോയെന്ന് വിചാരിച്ചു അമ്മ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മകളോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ മകള് മിണ്ടാണ്ടിരിക്കുക അമ്മയെന്ന് പറഞ്ഞു. അതായത് ആൾ ആ മുറിയിൽ ഇരുട്ടത്ത് മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ പതുക്കെ വന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്തിൻ്റെ അടുത്ത് കൈവച്ചമർത്തിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ആൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത് വന്ന് അയാൾ ആ ഒരു കാര്യം ചെയ്തതിൻ്റെ ഷോക്കിൽ നിന്ന് ആ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടാൻ തന്നെ കുറേ നേരം എടുത്തു. ആ ഒരു ടൈം കൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ആൾ തൻ്റെ വിക്ടിംസിൻ്റെ അടുത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഈ ഡിയാഞ്ചലോ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം അയാൾ കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ കപ്പിൾസിൻ്റെ മുറിയിലോട്ട് അതിക്രമിച്ച് കയറിയിട്ട് ആൾ ഓൾറെഡി ഷൂലേസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുരുക്കുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം കത്തിയും ചില സമയങ്ങളിൽ തോക്കും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഈ ഹസ്ബൻഡിനെ കെട്ടിയിടും. എന്നിട്ട് കമിഴ്ത്തി കിടത്തും, കൈയും കാലം കെട്ടിയിട്ടിട്ട്. അതിനുശേഷം പ്ലേറ്റുകൾ എടുത്ത് കഴിഞ്ഞിട്ട് ആളുടെ പുറത്ത് വെക്കും. എന്നിട്ട് അതേ സ്ഥലത്ത് വെച്ചിട്ട് അയാളുടെ ഭാര്യയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് അയാൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ പുറത്തുനിന്നുള്ള പാത്രം അനങ്ങുകയോ അത് വീഴുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇയാൾ റേപ്പ് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് എന്താ പറയുക, വേറൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് കിടക്കാൻ മാത്രമേ ആ ഭർത്താക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചിലരോട് എൻ്റെ വാനോട് വന്നതായിട്ട് പോലീസിനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. എന്നാൽ അയാൾ വാനിലൊന്നും ആയിരുന്നില്ല വന്നിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള അടുത്തൊരാളുടെ ട്രിക്കായിരുന്നു അത്. ആൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് എവിടെയെങ്കിലും സൈക്കിളൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിച്ചിട്ടായിരുന്നു ആളുടെ വിക്ടിംസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. സോ അയാളെ ബാക്കിലൂടെ പോയി ട്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു സംഭവം ആയിരുന്നില്ല. എന്തൊക്കെ ആൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ആളുടെ ശരീരം ഒളിപ്പിച്ച് വെക്കാൻ ആളെ കൊണ്ട് സാധിച്ചില്ല. അതായത് ആളുടെ വിക്ടിംസ് എല്ലാം തന്നെ ആളുടെ പീനിസ് വളരെ ചെറുതാണെന്നുള്ളൊരു രീതിയിലായിരുന്നു പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. സോ പോലീസുകാർ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ആയിട്ട് എടുത്തു. മൈക്രോ പീനിസുള്ള ആളുകളെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ പല ഡോക്ടേഴ്സിനൊക്കെ പോയി കണ്ടു. എന്നാൽ അതും എവിടോട്ടും എത്തിയില്ല. പിന്നെ 1970s ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടൗൺ ഹാളിൽ വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6000 തോക്കുകളായിരുന്നു വളരെ പെട്ടെന്ന് വിറ്റുപോയത്, ആളുകൾക്ക് പേടിയായിട്ടേ. പിന്നെ അതുപോരാത്തതിന് ഒരുപാടധികം വീടുകളിൽ ലോക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുതൽ സെക്യൂറാക്കി. പിന്നെ ഒരുപാടധികം വീടുകളിൽ ഗാർഡ് ഡോഗ്സിനെ വാങ്ങി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഈ മീറ്റിങ്ങിനിടയിൽ സംഭവിച്ച വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരാൾ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഒരു എന്താ പറയുക ഇങ്ങനെയുള്ളൊരു സീരിയൽ റേപ്പിസ്റ്റ് ഭർത്താവ് അടുത്ത് കിടക്കുമ്പോൾ ഭാര്യയെ റേപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ജീവനുള്ള ഏതൊരു ഭർത്താവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യയെ തൊട്ടടുത്ത് വെച്ച് ഇങ്ങോട്ട് റേപ്പ് ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കുമെന്നുള്ളൊരു തരത്തിൽ ഇയാൾ അവിടെ വെച്ച് ഇങ്ങോട്ട് പറയുകയായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ആളും ആളുടെ ഭാര്യയും ഈ ഒരു ഡിയാഞ്ചലോക്ക് ഇരയാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്ത ആളുകൾ പിന്നീട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിയാഞ്ചലോവും ആ ഒരു ഹാളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ആളും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അതേപോലെ തന്നെ താൻ എത്രത്തോളം ആളുകളെ പേടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആളും അവിടെ പ്രസൻ്റ് ആയിരുന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു തരത്തിലും പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ ജീവിതത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ പോലീസിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം സേവ് മാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രോസറി ചെയിൻ്റെ ട്രക്കുകൾ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ജോബായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ഇയാളുടെ കോവർക്കേഴ്സ് പറയുന്നത് ഇയാൾ അത്രയും എന്താ പറയുക പീസായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ കറക്റ്റ് സമയത്ത് ജോലിക്ക് വരും, അതിനുശേഷം അവിടെ നിന്ന് പോകും, ആരായിട്ടും യാതൊരു പ്രശ്നവും ഇല്ല, എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു ഇതും ആൾക്കില്ല. അതായത് അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുന്ന ഒരാളായിരുന്നു എന്നുള്ളൊരു തരത്തിലായിരുന്നു കോവർക്കേഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ വളരെ ശാന്തനായിട്ട് അയാൾ പകലുകൾ ഇങ്ങനെ തള്ളി നീക്കുകയും അതിനോടൊപ്പം തന്നെ രാത്രികളിൽ അയാളുടെ എന്താ പറയുക അക്രമങ്ങളുടെ അഴിഞ്ഞാട്ടവുമായിരുന്നെന്ന് വേണം നമ്മൾ പറയാനായിട്ട്. എന്നാൽ വീട്ടിലെ ആളുടെ റെപ്യൂട്ടേഷൻ വേറെ തന്നെയായിരുന്നു. വീട്ടിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരുപാടധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു അയാൾ. അത് ആളുടെ നൈബേഴ്സ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒരു തവണ ആളുടെ ഒരു നൈബറിന് ഒരു വോയിസ് മെയിൽ അയച്ചത് നിങ്ങളെ ഫുൾ ഫാമിലിനെ കൊന്നുകളയെന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആളുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പട്ടി ഒടുക്കത്തെ കുറയാണ്, എനിക്കാകെ ഭ്രാന്ത് പിടിക്കേണ്ടെന്നുള്ളൊരു നിലക്കായിരുന്നു ആളുടെ ഒരു പ്രതികരണം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 86 വരെ ഈ കൊലപാതകങ്ങളും റേപ്പുകളും ഒക്കെ തുടർന്ന് വന്നു കേട്ടോ. എന്നാൽ 86 പെട്ടെന്നുകൊണ്ട് തന്നെ എല്ലാം സ്റ്റക്ക് ആവുകയാണ്. 86 എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അയാൾക്ക് ആളുടെ മൂന്നാമത്തെ മകൾ ജനിക്കുകയായിരുന്നു. അതായത് മൂന്നാമത്തെ മകൾ ജനിച്ചതിന് ശേഷം അയാൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മേ ബി അയാൾക്കൊരു ഡബിൾ ലൈഫ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഇത് കണ്ടെത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരുപാടധികം റീസൺസ് ഉണ്ടാകാം ആൾ എന്തുകൊണ്ട് അത് നിർത്തി എന്നുള്ളതിന്. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ മോഡ് ഓഫ് ഓപ്പറാൻഡേയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാകാം. അതായത് ഇതൊക്കെ ഒരാളാണ് എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ അത്രത്തോളം കേസുകളൊക്കെ വന്നല്ലോ. അപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ആളുടെ സ്ട്രാറ്റജി മാറ്റിയിട്ട് ക്രൈമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അറിയില്ല. അപ്പോൾ ഈ ഒരു 86 വരെയാണ് ആളുടെ ക്രൈമുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള പോൾ ഹോൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹം ഏകദേശം 24ഓളം വർഷം ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അതായത് എന്താ പറയുക റിട്ടയർ ആവാനുള്ള ആ ഒരു ഇതായിട്ടും റിട്ടയർ ആവാതെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് അവസാനം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു. അങ്ങനെ വന്ന ആ ഒരു ടൈമിൽ ഇദ്ദേഹം വേറൊരു ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു DNA ആൻസസ്ട്രി കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബ്. അതായത് ഒരുപാടധികം DNA ഡാറ്റാബേസ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഫാമിലി ട്രീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളൊരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് 2018 അവരുടെ സിസ്റ്റത്തിൽ ഇവരുണ്ടാക്കിയ പ്രൊഫൈൽ റൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു തേർഡ് കസിനുമായിട്ട് മാച്ച് ആവുകയാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ സെറ്റ് ചെയ്തിട്ട് ഇവരുടെ കംപ്ലീറ്റ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ഡിയാഞ്ചലോം ഇവരുടെ ലിസ്റ്റിൽ വന്നു. എന്നാൽ ഒന്നാലോചിക്കണം, ഈ ഒരു 44 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ആൾ ഒരു സസ്പെക്ട് ലിസ്റ്റിൽ വരുന്നത്. അങ്ങനെ ആദ്യം ഈ ഒരു ഓഫീസർ വിചാരിച്ചിരുന്നത് നേരെ അങ്ങോട്ട് ചെല്ലാം, എന്നിട്ട് ആളുടെ അടുത്ത് സാമ്പിൾ ചോദിക്കാം, ആളെന്തായാലും ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല, സോ ആളെ ഒഴിവാക്കാന്നുള്ള തരത്തിലായിരുന്നു ആൾ ആദ്യം ചിന്തിച്ചത്. കാരണം ആ സമയത്ത് ആളുടെ ഒരു മകളുടെയും പേരക്കുട്ടിയുടെ ഒക്കെ ഒപ്പം താമസിക്കായിരുന്നു. അങ്ങനെയുള്ളൊരു നോർമൽ ലൈഫായിരുന്നു ആൾ നയിച്ചിരുന്നത്. എന്നാൽ എന്തോ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആളോട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ പബ്ലിക്കിൽ വെച്ച് ഇങ്ങേറ്റ് DNA കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഇയാളെ തുടച്ചിടുന്ന സാധനങ്ങൾ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങേറ്റ് ആളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അതേപോലെ തന്നെ ആളുടെ DNA സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തു. പൂർണ്ണമായിട്ടും അത് അയാൾ തന്നെയാണെന്ന് 100% ഉറപ്പിച്ചതിന് ശേഷമാണ് നേരെ ആ ഒരു വീട്ടിലോട്ട് പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത സമയത്ത് ആൾ ഭയങ്കര ഷോക്കായി പോയി. ആളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം ആളുടെ കണ്ണിൽ കണ്ടതായിട്ടും ഓഫീസേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോൾ ഹോൾസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്ന ഒരു DNA സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈമിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം കഷ്ടപ്പെട്ടതെന്നുള്ളൊരു തരത്തിലായിരുന്നു അദ്ദേഹം പിന്നീട് പ്രതികരിച്ചത്. പിന്നെ ആളുടെ വൈഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം വർഷങ്ങളായിട്ട് അവർ തമ്മിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അവർ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ലായിരുന്നില്ല എന്നുണ്ടെങ്കിലും അവർ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എന്തിനേറെ പറയുന്നു, ആളുടെ വൈഫ് ഒരു എന്താ പറയുക ഡിവോഴ്സ് ലോയർ ആയിരുന്നു. എന്നിട്ട് വരെ അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലീഗലി ആളുടെ വൈഫ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് എതിരെ കോടതിയിൽ ടെസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്കും അവർ ക്രൈമിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ടോ കാര്യങ്ങളോ ഒക്കെ പോർട്രേ ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ
ഇതറിഞ്ഞതിന് ശേഷമായിരിക്കാം അവർ പിരിഞ്ഞു പോയത്. എന്നാൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് വാദിക്കുന്ന ഒരുപക്ഷം ആളുകളുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചും കേട്ട് അവർ പിന്നീട് വലിയ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അവർ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. താനും തൻ്റെ മക്കളും വളരെ ശാന്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണ്. ഇയാൾ ചെയ്തതുമായിട്ട് തങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം, ഞങ്ങൾ വെറുതെ വിടണം എന്നുള്ള രീതിയിൽ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ അവർ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ട്രയൽ നടക്കുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്താ പറയുക, ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ജോസഫ് ജെയിംസ് ഡിയാഞ്ചലോ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലർ റേപ്പിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.